സി ചിന്ത വിഷൻ പ്രേക്ഷകർക്ക് സ്നേഹവന്ദനം. നമ്മോട് സംസാരിക്കാനായിട്ട് ഡോക്ടർ ബാബു തോമസ് ആണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ബൈബിളിലെ വ്യാഖ്യാനങ്ങൾ വഴിതെറ്റുന്നു എന്നാണ് നമ്മുടെ ചിന്താവിഷയം. പല ബൈബിൾ സത്യങ്ങളും അതിന് നടന്ന പല സംഭവ വികാസങ്ങളെയും തോന്നും പോലെ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സാധാരണയായി കണ്ടുവരുന്നുണ്ട്, അല്ലേ? തീർച്ചയായും. അപ്പൊ ഈ വ്യാഖ്യാനത്തിൽ ഒരു പ്രധാനപ്പെട്ട ചില വ്യാഖ്യാനത്തിന്റെ ചില പെശകുകൾ നമ്മുടെ പെശക് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അങ്ങയിൽ നിന്ന് കൂടുതലെന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഈ മോശ ചെങ്കടലിലേക്ക് നീട്ടിയ വടിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു എന്നും വടിക്ക് എന്തോ ദിവ്യശക്തി ഉണ്ടായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു വ്യാഖ്യാനിച്ച് ഇങ്ങനെ പലരും പ്രസംഗിക്കുന്നുണ്ട്. അതത്ര ശരിയാണെന്ന് എനിക്കൊന്നുമില്ല. എന്താണ് അങ്ങയുടെ അഭിപ്രായം? വ്യാഖ്യാന തത്വങ്ങളെ കുറിച്ച് പറയുമ്പോൾ 4 തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. ഒന്ന് അക്ഷരീയമായ വ്യാഖ്യാനം, അത് സങ്കീർത്തനങ്ങൾ, മറ്റ് പല ഭാഗങ്ങളിലെ വിസ്ഡം ലിറ്ററേച്ചർ, ജ്ഞാനഗ്രന്ഥങ്ങളിൽ നിന്ന്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കുന്നത് ടൈപ്പോളജിക്കൽ എന്ന് പറയും, ഉപദേശപരമായ ലേഖനങ്ങളിൽ ഉപദേശപരമായ കാര്യങ്ങൾ. അത് ഡൈഡാക്റ്റിക് ഉപദേശപരമായ കാര്യങ്ങൾ, അത് സഭയ്ക്ക് നൽകപ്പെട്ട ഉപദേശങ്ങളാണ്. ടൈപ്പോളജിക്കൽ എന്ന് പറയുന്നത് മാതൃകാപരമായ, ഇപ്പൊ പഴയ നിയമത്തിൽ കാണുന്ന ചില മാതൃകകളുണ്ട്. ഇസഹാക്ക്, ജോസഫൊക്കെ കർത്താവിനൊരു മാതൃക എന്ന രീതിയിൽ. അവസാനമായി നമ്മൾ അലിഗറിക്കൽ എന്ന് പറയും. അലിഗറിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശമരിയക്കാരൻ്റെ കഥ, അതൊക്കെ ആത്മീയ അർത്ഥത്തിൽ വിവക്ഷിക്കേണ്ടതാണ്. അപ്പം നല്ല ശമരിയക്കാരൻ അത് കർത്താവാണ് എന്ന് അഗസ്റ്റിനാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള 4 തരത്തിലാണ് വ്യാഖ്യാനങ്ങളുള്ളത്. ഇപ്പൊ സാറ് ചോദിച്ച ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. ഈ അതായത് ഇപ്പോ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു എന്ന് പറഞ്ഞാൽ ഈ വള്ളിയിൽ കാഴ്ച കിടക്കുന്ന മുന്തിരിക്കൊലയാണെന്നല്ലല്ലോ എൻ്റെ അർത്ഥം. കർത്താവിൽ നിന്ന് സകലതും നമ്മൾ ആസ്വദിക്കണം, അത് സ്വീകരിക്കണം, ആ വചനങ്ങളെ ഗ്രഹിക്കണം എന്നുള്ള മീനിങ് ആണ് പറയുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ മോശ ചെങ്കടലിലേക്ക് നീട്ടിയ വടി കടൽ വിഭജിച്ചു. പക്ഷെ ആ മോശയിൽ മോശയുടെ വടിയിൽ ദൈവാത്മാവ് വ്യാപരിച്ചു, അത്ഭുതം നടത്തി എന്നൊക്കെ പറഞ്ഞാണ് ആളുകൾ ഈ പ്രസംഗിക്കുന്നത്. അതിനകത്ത് എന്ത് അർത്ഥമാണെന്ന് ഞാൻ ചോദിക്കുന്നത്. അതിലൊരർത്ഥമില്ല, അത് തെറ്റാണ്. വടിയിൽ ഒരിക്കലും ശക്തി വരുന്നില്ല, ദൈവമാണ് പ്രവർത്തിക്കുന്നത്. മോശയോട് വടി നീട്ടാൻ പറഞ്ഞു, വടിയിൽ ശക്തി ഉണ്ടെന്ന് വ്യാഖ്യാനം ദുർവ്യാഖ്യാനമാണ്. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. ഇന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ആൾക്കാരെ ഇമോഷണലായിട്ട് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ പലരും ഉപയോഗിക്കാറുണ്ട്. അത് തെറ്റാണ്. വടിയിൽ എന്തുകൊണ്ട് ശക്തിയില്ലെന്ന് ഇത് ബാക്കി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ മതിയല്ലോ. അല്ല, എന്നല്ല, ഈ വടിയിൽ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചെന്നൊക്കെയാണ് പ്രസംഗിക്കുന്നത്. സാറേ, വടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ അതിന് പാന്തീസോ എന്നാ പറയുന്നത്. എല്ലാത്തിനകത്തും വസ്തുക്കളിൽ ദൈവം ഉൾക്കൊള്ളുന്ന, ജീവനില്ലാത്ത സാധനങ്ങളിൽ ദൈവത്തെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ഹിന്ദുസത്തിന്റെ ഭാഗം. അത് എക്സാക്ട്ലി അത് അതിനെ പാന്തീസം എന്ന് നമ്മൾ പറയും. അപ്പൊ അത് ഒരു ഇന്റർപ്രിട്ടേഷന്റെ എററാണ്, വ്യാഖ്യാനത്തിലെ വലിയ പെശകാണ്. വടിയിൽ ഒരിക്കലും ശക്തിയില്ല. വടി ഒരു പ്രതീകാത്മകമായി കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ശിംശോന്റെ മുടിയിൽ ആത്മാവ് പ്രവർത്തിച്ചെന്ന് അങ്ങനെ ശിംശോന്റെ മുടിയിൽ, ഇപ്പൊ വടിയിൽ ശക്തി പറഞ്ഞതുപോലെ ശിംശോന്റെ മുടിയിൽ നിന്ന് ഒരുപാട് പേര് പറയുമ്പോൾ നമ്മുടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പൊ ആൾക്കാരെ ഇമോഷണലായിട്ട് ബിൽഡപ്പ് ചെയ്യണം. അതിന് ഈ നാസീർ വ്രതത്തിന്റെ 3 സൈനുകളുണ്ട്. അപ്പോൾ ഒന്ന്, മുന്തിരിയോ അതിന്റെ കുരുവോ അങ്ങനെയുള്ള സാധനങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. കാരണം മുന്തിരി തിന്നു കഴിഞ്ഞാൽ അതിനോട് വീഞ്ഞു കുടിക്കാനുള്ള താല്പര്യം വരും, അത് ടേസ്റ്റ് ചെയ്യാൻ പാടില്ല. 2, മുടി നീട്ടി വളർത്തണം, അതിനകത്ത് ക്ഷൗരക്കത്തി തൊടാൻ പാടില്ല എന്ന് പ്രമാണമുണ്ട്. ഡെഡ് ബോഡി സ്പർശിക്കാൻ പാടില്ല. ഇത് 3 നാസീർ വ്രതസ്ഥന്റെ ലക്ഷണങ്ങളാണ്, ഐഡന്റിറ്റിക്കായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. അല്ലാതെ അതിനകത്തൊന്നുമല്ല ശക്തി. ദൈവമാണ് പരമശക്തിമാനായ ദൈവ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ നാസീർ വ്രതം എന്ന് പറയുന്നത് 30 ദിവസം അനുഷ്ഠിക്കാം, 90 ദിവസം അനുഷ്ഠിക്കാം, യഹൂദന്റെ പ്രമാണം അനുസരിച്ച്. പിന്നെ ജീവപര്യന്തം. ഇവിടെ യഥാർത്ഥത്തിൽ ജീവപര്യന്തം അവർ നാസീർ ആയിരിക്കണമെന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകം 13-ാം അധ്യായത്തിൽ പറയുന്നത്, ജീവപര്യന്തം. അപ്പൊ ശിംശോന്റെ ജീവിതത്തിൽ ഒരിക്കലും ആ മുടിയിൽ ശക്തി ഉണ്ടെന്ന് ശിംശോൻ പറഞ്ഞിട്ടില്ല. അവനൊരു സൈനാ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങള് ന്യായാധിപന്മാരുടെ പുസ്തകം 13 മുതൽ 16 വരെ വായിച്ചു നോക്കുമ്പോൾ മുടി കത്തിച്ച് കളഞ്ഞപ്പോൾ ശക്തി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവന്റെ ശക്തി എന്ന് പറയുന്നതിന്റെ സൈനായിരുന്നു, അടയാളമായിരുന്നു. ഇപ്പൊ ദൈവശക്തി വ്യാപരിക്കുന്ന ഇപ്പൊ പെന്തക്കോസ്ത് സമൂഹത്തിന് ചില അടയാളങ്ങളുണ്ടായിരുന്നു.
ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. നമുക്ക് പെന്തക്കോസ്തുകാരെ കണ്ട് തിരിച്ചറിയാൻ പറ്റും എന്ന് പറയുന്ന നാസീർ വ്രതസ്ഥനായിരിക്കുന്നവന് ചില അടയാളങ്ങൾ കൊടുത്തിരുന്നു. ആ അടയാളങ്ങൾ, അതിനകത്തല്ല ശക്തി. ഇനി മുടിയിൽ ശക്തി ഉണ്ടെന്ന് ഒരിക്കലും അവൻ പറയുന്നില്ല. ദലീലയോട് പറയുന്നു, അവൻ കള്ളവും പറഞ്ഞു, അതറിയാമോ? ഒരു എന്നെ ഇങ്ങനെ ബന്ധിച്ചു കഴിഞ്ഞാൽ കയറുകൊണ്ട് ബന്ധിച്ചാൽ മതി, അതുകൂടാതെ പച്ച നാരുകൊണ്ട് ബന്ധിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു. കള്ളവും പറഞ്ഞു. അപ്പൊ കള്ളം പറഞ്ഞപ്പോ ആത്മാവ് എവിടെ പോയി? കള്ളം പറയുന്നില്ല, ആത്മാവ് വ്യാപരിക്കുമോ? ചിന്തിച്ചിട്ടില്ലേ? അപ്പൊ ഇവൻ ഒന്നുകൊണ്ട് കള്ളങ്ങൾ പറഞ്ഞു വെച്ചാൽ അവസാനം സത്യം പറഞ്ഞു. അവൾ അവനെ അങ്ങ് നിർബന്ധിക്കുക. ചരിത്രം അറിയാം, പക്ഷെ അത് കള്ളമാണെന്ന് ഇപ്പൊ പറഞ്ഞു. ഇപ്പൊ നോക്കിയ അപ്പൊ അവന് ഒരു നാസീർ വ്രതസ്ഥൻ കള്ളം പറയാൻ പറ്റുമോ? അപ്പൊ ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റഡ് ആയിരിക്കുന്ന ഒരു കള്ളം പറയാം. അവൻ കള്ളം പറഞ്ഞു. അപ്പൊ അവന്റെ ജീവിതത്തിൽ എന്തോ അപാകത ഉണ്ടായിരുന്നു. നമ്മളതാ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ജനറേഷന് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി അവൻ കണ്ടെത്തിയ ഒരു മാർഗമാണ് ഈ വേണ്ടാത്ത ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഇന്നും അതല്ലേ സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മൾ ബന്ധങ്ങൾ വേർപിരിയുന്നതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തല്ലോ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഉണ്ടാകുന്ന ഉപാധികളാണ്. പക്ഷെ അവനൊരിക്കലും മുടിയിൽ ശക്തി ഉണ്ടെന്ന് പറയുന്നില്ല. എന്നെ സംശയമുള്ളത് ന്യായാധിപന്മാരുടെ പുസ്തകം നല്ലതുപോലെ വായിക്കട്ടെ. അതിനകത്ത് ശിംശോൻ പറയുന്നത്, ഞാൻ നാസീർ വ്രതസ്കാരനാണ്, ജീവിതത്തിൽ ഇതുവരെ. പക്ഷെ ബൈബിൾ കോളേജുകളിൽ പഠിച്ച ആളുകളും വളരെ വിവരമുണ്ടെന്ന് നമ്മൾ ധരിക്കുന്ന ആളുകൾ പോലും അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നടത്തി കാണുന്നുണ്ട്. അല്ല, അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ നടത്തുന്നതിന്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ. ഈ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നവർക്ക് പിന്നെ ഒരു അവസരമുണ്ട്. അപ്പൊ ആൾക്കാരെ ഇളക്കണം. അവർ സത്യമല്ല, ഫീലിംഗ് ബേസ്ഡ് എന്ന് പറയും. ഇമോഷണൽ ബിൽഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇമോഷൻ ഫൗണ്ടേഷൻ ആയി കഴിഞ്ഞാൽ അതിനകത്ത് ഫാക്ട് ഇല്ല. ഇത് ദൈവത്തിന്റെ വചനം എല്ലാം ഫാക്റ്റ് ആണ്, ഡെപ്ത് സ്റ്റഡി ഇല്ല. അല്ല, ഇത് ഫാക്റ്റ് ആണ്. ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീലിംഗ് അല്ല. ഫീലിംഗ് വേണ്ടെന്നല്ല, ഫീലിംഗ് വേണം. പക്ഷെ ഫീലിങ്ങിനകത്ത് നമുക്ക് സോളിഡ് ഫൗണ്ടേഷൻ ഇല്ല. ഫാക്റ്റ് വേണം. സത്യസന്ധമായി നിൽക്കണമെങ്കിൽ തിരുവചനത്തിന്റെ സത്യങ്ങൾ, അതാ ഞാൻ പറഞ്ഞ വ്യാഖ്യാന തത്വങ്ങളും. അതുപോലെ ഉടുപ്പിൽ ശക്തി. അതെ, ഉടുപ്പിൽ ശക്തി എന്ന് പറയുന്നത് കർത്താവിന്റെ ഉടുപ്പിന്റെ തൊങ്ങലിൽ ആ ഭാഗം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ ഇത് വളരെ ചെറിയൊരു റെക്കോർഡിംഗ് ആയതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും എടുത്ത് പറയാൻ പറ്റില്ല. ഓക്കെ, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്നാ പറഞ്ഞത്. കാരണമുണ്ട്. ന്യായപ്രമാണം അനുസരിച്ച് രക്തസ്രാവക്കാരിയായിരിക്കുന്ന സ്ത്രീ, അവള് ആരും തൊടാൻ പാടില്ല. അവൾക്ക് കർത്താവിന്റെ ശരീരത്തിൽ തൊടാൻ പോകത്തില്ല. അവള് മനുഷ്യരെ ആരും തൊടാൻ പാടില്ലല്ലോ. അതുകൊണ്ടല്ലേ എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുമ്പോൾ അവള് പേടിച്ച് വറച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇവളെ കൊന്നുകളയൊന്നേ. ഇവള് യഥാർത്ഥത്തിൽ ഇവള് സമൂഹത്തിൽ നിന്ന് മാറിപ്പാർക്കണം. അപ്പൊ അവള് പറയാം, അവിടെ വിശ്വാസം അവള് പ്രഖ്യാപിക്കുന്നത്, ആ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ ഞാൻ. അപ്പൊ അവിടെ വിശ്വാസത്താലാണ് അവള് സൗഖ്യം പ്രാപിക്കുന്നത്. അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർത്താവ് അവങ്കിൽ നിന്ന് വെർച്യൂ ഹാസ് ഗോൺ ഔട്ട്. അവങ്കിൽ നിന്ന് ശക്തി, വസ്ത്രത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് ഒരിക്കലും ബൈബിൾ പറയില്ല. അവങ്കിൽ നിന്ന് അത് വെർച്യൂ ഹാസ് ഗോൺ ഔട്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ആ സ്ത്രീയുടെ വിശ്വാസത്തിന്റെ ആ ഉയർച്ച കാണിക്കാൻ, അഗാധമായ വിശ്വാസം കാണിക്കാനായിട്ട് എനിക്കൊന്ന് തൊട്ടാ മതി എന്ന് ആ ഒരു അല്ല, വേറൊരു കാര്യം ചെയ്യണം. അവള് ഉള്ളതല്ല, അവള് വിറ്റു, വൈദ്യന്മാരാൽ ചികിത്സിച്ചു. അവിടെ ജീവിതത്തിൽ വേറെ ഇനി ഒരു കാര്യമില്ല. സമൂഹത്തിൽ ഇറങ്ങാനൊക്കത്തില്ല. ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ അവര് വെറുതെ വിടുവോ ന്യായപ്രമാണം അനുസരിച്ച്? അപ്പൊ അവിടെ അവസാനത്തെ എന്റെ കർത്താവിന് അത്ര വലിയ വിശ്വാസത്തിൽ അവള് വന്നു. ഈ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുമെന്ന് ഒത്തിരി സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്ന് പറയും. അങ്ങനെയുള്ള പഠനമുണ്ട്. സ്ട്രോങ് തിങ്കിങ്, സ്ട്രോങ് ഡിസയർ, സ്ട്രോങ് റിസൾട്ട്. അപ്പൊ ആ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കണം. അവളത് വെച്ചാൽ അത് കർത്താവ് പറഞ്ഞല്ലോ. ഇപ്പൊ ഈ അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നല്ലേ, വെറലിറ്റി എന്ന് പറയുന്ന പദമാണ്. ശക്തി പുറപ്പെട്ടു എന്ന് പറഞ്ഞാൽ, വെറലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലാറ്റിൻ പദമാണ്. അപ്പൊ അത് ഇതേ സ്വഭാവം ദാനിയേലിൽ ഉണ്ടായിരുന്നു എന്ന് വായിക്കുന്നു. ജ്ഞാനാത്മാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കപടതയില്ലാതെ ആത്മാവ്, സത്യമായ ആത്മാവ്. അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നിരിക്കുന്ന റൂട്ട് വേണം നോക്കിയാൽ. അതുപോലെ കർത്തൃമേശയ്ക്കും അമിതമായ വ്യാഖ്യാനവും പഠനവും. ഈ കർത്തൃമേശ കഴിക്കുന്ന സമയത്ത് ഈ കണ്ണീരൊക്കെ ഒലിച്ച് ചെയ്തോട്ടെ, കർത്താവിന്റെ ക്രൂശ് പറഞ്ഞ് ധ്യാനിച്ചോട്ടെ. പക്ഷെ ഇത് പറഞ്ഞു നമ്മൾ അവസാനം കൊണ്ട് ഈ അപ്പത്തിലും മീഞ്ഞിലും കൊണ്ടുതന്ന് ഇത് ഒറിജിനൽ ആക്കുക. ഈ കത്തോലിക്ക സഭയുടെ വസ്തുമാറ്റം പോലെ എത്തിക്കുന്ന രീതിയിലേക്ക് ചിലപ്പോൾ പോകുന്നുണ്ട് സംഗതി. അങ്ങനെ വാചകത്തിൽ അങ്ങനെ വരുന്നുണ്ട് ഇവർ വാചകത്തിൽ. ഇത് പക്ഷെ ഇവരുള്ളത് ഓർമ്മയ്ക്കായിട്ട് നമ്മൾ കർത്തൃമേശയെ കുറിച്ച് 3 പഠിപ്പിക്കലുകളാണ്. ഒന്ന് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ, കത്തോലിക്ക മുതലായ സഭകൾ പഠിപ്പിക്കുന്നു. ഇത് പുരോഹിതൻ കൈവച്ച് വാഴ്ത്തി കഴിയുമ്പോൾ ഇത് വീഞ്ഞ് രക്തമാകുന്നു, അപ്പം ശരീരമാകുന്നു.
അങ്ങനെ ഒന്നും ഇത് സംഭവിക്കുന്നില്ല. അത് വസ്തുമാറ്റം. മറ്റൊന്നെന്ന് പറയുന്നത് കോൺസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയും. ദൈവത്തിന്റെ സാന്നിധ്യം ഈ വസ്തുക്കളിലുണ്ട്. അത് മുമ്പേ പറഞ്ഞതുപോലെ അപകടമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം മെറ്റീരിയൽസിനകത്തില്ല. അത് പാന്തീസമാണ്. പാന്തീസം. അപ്പം സകലതും ബ്രഹ്മമയം എന്ന് പറയുന്നത് പോലുള്ള അഭേഗൻ ചിന്താഗതിയാണ്. അപ്പം അതിനകത്ത് ദൈവം. പിന്നെ നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യാണ്. നമ്മൾ റെപ്രസെന്റ് കർത്താവിന്റെ ശരീരം അല്ലെങ്കിൽ റിമംബറൻസ് എന്ന് പറയും. ഒരു സിംബോളിക് വേയില് അത്രേ ഉള്ളൂ നമ്മളത് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ആൾക്കാരും പലപ്പോഴും അതിനെക്കുറിച്ച് കൺഫ്യൂസ്ഡാണ്. വസ്തുമാറ്റങ്ങൾ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ജീവനുള്ളവരുടെ നടുവിലാ കർത്താവ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. നമ്മുടെ മധ്യ കർത്താവ് വരും, ഈ വസ്തുക്കളിലല്ല. അതുപോലെ എനിക്ക് ഒരു സംശയമുള്ളത്, ഇത് താങ്കൾ ഇതേക്കുറിച്ച് ആധികാരികമായ പഠനവും ഗവേഷണവും ഒക്കെ നടത്തിയെന്നുള്ള നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ ഭീകരതയല്ലല്ലോ രക്ഷയ്ക്ക് കാരണം. യേശുക്രിസ്തു മരിച്ചു എന്നുള്ളതല്ലേ? അതെ, മരണത്തിന്റെ ഭീകരത നമ്മൾ പറയുന്നത് നമ്മുടെ ആൾക്കാരെ അതൊന്ന് ഒരു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാന്. മരണം എന്ന് പറയുക കർത്താവ് അനുഭവിച്ച വേദനകളെ കുറിച്ച് ഗെത്സമനയിൽ താൻ അതിവേദന, അവിടെയാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ പ്രാണവേദനയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പം അവിടെയാണ് ഏറ്റവും ശക്തമായ വേദന കർത്താവ് അനുഭവിക്കുന്നത്. മറ്റേത് ഫിസിക്കൽ പെയിനാണ്, ഇവിടെ ഇമോഷണൽ പെയിനാണ്. ഗബദായിൽ വരുമ്പോൾ ഗബദായിൽ വെച്ച് അവന് വസ്ത്രം ഉരിഞ്ഞെടുക്കുന്നു, അടിക്കുന്നു. അപ്പോൾ അവിടെയല്ല ശാരീരിക വേദന. അപ്പൊ 3 തരത്തിലാവുന്ന പെയിൻ എന്ന് പറയുന്നത് ശാരീരികമായ വേദന, ക്രൂഷ്യൽ. മാനസികമായ വേദന, ആ പാവം ഏറ്റെടുക്കാൻ പോവുകയാണ്. പാപമില്ലാത്തവൻ പാപികൾക്ക് വേണ്ടി പാപ പരിഹാരമാകുക. അപ്പൊ ആ പാപമില്ലാത്തവൻ പാപം ഏറ്റെടുക്കുക. നിങ്ങൾ ചിന്തിച്ച്, ഇപ്പം നിങ്ങൾ ഈ ഒരു വലിയ പ്രസ്ഥാനം നടന്നു, നിങ്ങളുടെ മേലെ ഒരു കുറ്റവുമില്ലാത്തൊരു കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാകുന്ന മാനസിക വ്യത എന്താ? അപ്പൊ ഫിസിക്കൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ, ഈ 3 തരത്തിലുള്ള വേദന കർത്താവ് ഏറ്റെടുത്തത്. അത് നമ്മെ അതിൽ നല്ല വിടിവിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ആ ക്രൂശ് മരണം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതൊന്ന് ഓർക്കാൻ വേണ്ടിയാണ്. പക്ഷെ ഈ ഞാൻ പറഞ്ഞത് ക്രൂശ് മരണത്തിന്റെ തീവ്രത എക്കാലുപരി യേശു ക്രിസ്തു മരിച്ചു, വേണ്ടി. പക്ഷെ ഇതിനകത്ത് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, സ്ലീഹന്മാര് എനിക്ക് തോന്നുന്നത് കർത്താവ് അനുഭവിച്ച ശിക്ഷ പോലെ അതിൽ കൂടുതലോ അഗാധമായ പീഡകളേറ്റ ശിഷ്യന്മാരുണ്ട്. അതെ, പീഡകളേറ്റ ശിഷ്യന്മാരുണ്ട്. അവരെല്ലാം മരിച്ചു. കർത്താവിന്റെ മരണത്തിന്റെ പ്രത്യേകത എന്ന് പറയാൻ പാപമില്ലാത്തവൻ പാപികളായിക്കൊണ്ട് ഈ മരണം ഞാൻ പറഞ്ഞത് ഈ കർത്തൃമേശയിൽ ഈ ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഈ തീവ്രതയെ കുറിച്ച് അങ്ങ് വാചാലമാകും. അടി കൊണ്ടത്, മുറിവേറ്റത്, മുൾക്കിരീടം വെച്ച് ആഞ്ഞിട്ട് തുപ്പിയത്, കുശൂലം കൊണ്ട് കുത്തിയതൊക്കെ പറഞ്ഞ് നമ്മളെ ഒരു ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോ ഈ ഇബ്രായ ലേഖനം വായിക്കുമ്പോ തന്നെ, പിന്നെ ചില ചരിത്ര പുസ്തകങ്ങൾ വായിക്കുമ്പോഴേ സ്ലീഹൻ ചരിത്രത്തിൽ ഈ ശിഷ്യന്മാർ വിശ്വാസികളും എങ്ങനെയൊക്കെയാ മരിച്ചത്? അല്ല, ശിഷ്യന്മാരെല്ലാം കർത്താവ് മരിച്ചതിനേക്കാൾ ക്രൂരമായ, പക്ഷെ ക്രൂശ് മരണം എന്ന് പറയുന്നത് അതിദാരുണമായ മരണം. അപ്പൊ ക്രൂശ് മരണം എന്ന് പറയുന്നത് നിന്ദ്യമായ മരണമാണ്. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഇച്ചിരി വിസ്തരിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കർത്താവ് അത്രത്തോളം നമുക്ക് വേണ്ടി സഹിച്ചല്ലോ എന്ന് നമ്മളൊന്ന് ഓർക്കാൻ വേണ്ടിയാണ്. അപ്പൊ പത്രോസ് തല കീഴായിട്ട് ക്രൂശിച്ചു കൊന്നു. വാളുകൊണ്ട് ശിഷ്യന്മാർ കൊന്നു. യോഹന്നാനെ കുറിച്ച് നമുക്കറിയാം. യോഹന്നാൻ മാത്രമേ ഉള്ളൂ നാച്ചുറലായിട്ട് മരിക്കുന്നത്. നല്ല അതിനു മുമ്പ് ദ്വീപിൽ അപ്പം ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ തനിക്കുണ്ടായിരുന്നു. പത്മോസ് എന്ന ദ്വീപിലേക്ക് കടത്തി. ഇതെല്ലാം നമ്മൾ വായിക്കും. കർത്താവിന്റെ മരണത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ഞാൻ കർത്താവിന്റെ മരണത്തിന്റെ തീവ്രത കുറച്ച് കാണുകയല്ല ചെയ്തത്. എന്നാൽ ക്രിസ്തു ശിഷ്യന്മാർ കർത്താവിന് വേണ്ടി അനുഭവിച്ച ത്യാഗവും ദുഃഖവും ഏതാണ്ട് അതിന് സമാനമോ ഒക്കെ കൂടാന്ന് പറയുന്നില്ല, എന്നാൽ അതിന് സമാനമായ ദുരിതങ്ങൾ തീർച്ചയായിട്ടും അനുഭവിച്ചിട്ടുണ്ട്. ഇന്നും ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നില്ലേ? കർത്താവിന്റെ മരണത്തോട് സാദൃശ്യമായി അത്രയും അതികഠിനമായ വേദന മറ്റൊന്നും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ മുടിയിലെ ശക്തിയെ കുറിച്ചുള്ള ചിന്ത, വടിയിലെ ശക്തിയെ കുറിച്ചുള്ള ചിന്ത, കർത്താവിന്റെ റൂമാൽ ഉള്ള ചിന്ത, നിഴലിൽ പോലും ദൈവത്വം കൽപ്പിക്കുന്നവരുണ്ട്. അതെ, അപ്പം നിഴൽ ഇതൊക്കെ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഈ പോളി ഓങ്കിച്ചോദന്റെ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നിൽ കൂടെ അത്ഭുതം നടക്കുമ്പോൾ ആൾക്കാർ വന്ന് ചോദിച്ചു തന്നോട്, 4th ഡയമെൻഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം, നിങ്ങൾക്ക് ഒത്തിരി കൃപയുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെ തന്നെ പരിശോധിച്ചു, എന്നിലൊരു കൃപയുമില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ കൂടി പ്രവർത്തിക്കുന്നു. അപ്പൊ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്.
അപ്പൊ പ്രവർത്തിക്കുന്നത് ദൈവമാണ്, നമ്മളല്ല, നമ്മൾ ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇപ്പൊ നിങ്ങൾ ക്രൈസ്തവം നടത്തുന്നു, ഞാൻ അതിനകത്ത് വല്ലപ്പോഴൊക്കെ ലേഖനം എഴുതുന്നു, ക്രൈസ്തവന്റെ ഉടമസ്ഥൻ നിങ്ങളാണ്, ഞാനല്ല എന്ന് പറയുന്നത് പോലെ ഇതിന്റെ എല്ലാം ഉടമസ്ഥാവകാശം ദൈവത്തിന്റെ. ദൈവം എന്തിനാ ഇതൊക്കെ നൽകിയിരിക്കുന്നത്? സഭയുടെ അഭിവൃദ്ധിക്ക്, നമ്മുടെ താൽക്കാലിക നേട്ടങ്ങൾക്കല്ല. നമ്മളത് മനസ്സിലാക്കണം. കർത്താവ് സഭയുടെ അഭിവൃദ്ധിക്ക്. അപ്പൊ സഭയുടെ അഭിവൃദ്ധിക്ക്, സഭയുടെ വളർച്ചയ്ക്ക്, ഉന്നമനത്തിന് ഇതെല്ലാം കാരണമായി തീരണം. അതിന് അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, വീര്യപ്രവൃത്തികളുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷെ ഈ വ്യാഖ്യാനങ്ങളിൽ ഇതെല്ലാം വികലമായ വ്യാഖ്യാനങ്ങൾ. പക്ഷെ അതുകൊണ്ടല്ലേ ഈ വ്യാഖ്യാനങ്ങളുടെ അർത്ഥശുദ്ധിയും അതിന്റെ പ്രാധാന്യവും അതിന്റെ അന്തസ്സത്തെയും മനസ്സിലാക്കാത്തതുകൊണ്ടല്ലേ കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളൊക്കെ ഈ തിരുശേഷിപ്പിനെ വണങ്ങുന്നതും തീർച്ചയായിട്ടും ഈ അവശിഷ്ടങ്ങളൊക്കെ. സത്യം, കർത്താവ് എന്താ പറഞ്ഞത്? സത്യം നിങ്ങൾ അറിയുകയും സത്യം ഗ്രഹിക്കുകയും ചെയ്യും. സത്യം അറിഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് സത്യം അറിയാം. സത്യം ഗ്രഹിക്കുമ്പോഴേ നാം സത്യത്തിന്റെ സാക്ഷികളാണ്. അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പൊ കർത്താവാണ് സത്യം. അപ്പൊ കർത്താവിനെ അറിയും തോറും നമ്മളിൽ ഇങ്ങനെയുള്ള ന്യൂനതകളൊക്കെ മാറി വ്യത്യാസം വരും. അപ്പൊ ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങൾ എന്തിനാ ആൾക്കാർ ഉപയോഗിക്കും? ഒരുപക്ഷെ അവർക്ക് തന്നെ അറിയായിരിക്കും ഇത് തെറ്റാണെന്ന്. ആൾക്കാരെ ഇമോഷണൽ ആയിട്ടൊന്ന് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഈ വ്യാഖ്യാന തത്വത്തിൽ നിന്ന് തെറ്റായ പ്രവണതകളായി ഇവർ ഉപയോഗിക്കുന്നത്. അപ്പൊ സൂപ്പർ താരങ്ങളായിട്ട് മാറുകയാണ്. പിന്നെ അവർ പറയുന്നില്ല, നീതിവാക്യമായിട്ട് വരും. അപ്പൊ വ്യാഖ്യാനങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കും. വളരെ പ്രശസ്തരായി നടക്കുന്ന ദേവദാസന്മാര് പോലും മുടിയിൽ ശക്തി വ്യാപരിച്ചു, വടിയിൽ ശക്തി വ്യാപരിച്ചു, ഉടുപ്പിൽ ശക്തി വ്യാപരിച്ചു, നിഴലിന് ശക്തി ഉണ്ടായിരുന്നു, കർത്തൃമേശയിൽ ഏതാണ്ട് ദിവ്യത്വവും അതെല്ലാം ഒറിജിനൽ രക്തമായിട്ട് പോകുന്ന കത്തോലിക്ക സഭയുടെ അത്രയും പഠനം വരുന്നില്ലെങ്കിൽ പോലും അത് ആ ബ്ലഡിനും വളരെ ദിവ്യത്വം കൽപ്പിച്ചു ഒക്കെ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. ജനം ഇത് കേട്ട് കൈയടിക്കുന്നു, ഇമോഷണൽ ആകുന്നു, ഒന്നും അറിയാതെ പാവം ജനങ്ങൾ. ആഴമായ പഠനങ്ങൾ അതിനെക്കുറിച്ച് സഭകൾ നടത്തേണ്ടത് അത്യാവശ്യമായി. ഇങ്ങനെയുള്ള ചിലരൊക്കെ ഇങ്ങനെ ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട്, ചിലപ്പോൾ അവർ നമ്മളെ പരിഹസിക്കുമായിരിക്കും, പക്ഷെ അത് വ്യാഖ്യാന തത്വത്തിന് വിപരീതമാണ്. തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ലീഡേഴ്സ് പോലും എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്. അല്ല, അവരും ചില സന്ദർഭങ്ങളിൽ അങ്ങ് ഇമോഷണൽ ആകാൻ നിർബന്ധിതരാകും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ഇമോഷനൊക്കെ ഉണ്ടാകും, ശരിയാണ്. പക്ഷേ നമ്മുടെ ഇമോഷൻ മാത്രമാണ് ചിന്തിക്കുന്നത്. ഇങ്ങനെയുള്ള വ്യാഖ്യാന പിശകുകൾ അത് വളരെ ശ്രദ്ധിക്കുന്നത്. ഇതിന് വ്യാഖ്യാന പിശകുകൾ എന്നല്ല, വ്യാഖ്യാന പിശാച് എന്ന് വേണേൽ പറയാം. കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പലപ്പോഴും സംസാരിക്കുകയും എന്റെ മനസ്സിലുണ്ടായിരുന്ന ആശങ്കകളും ഒക്കെ ആയിരുന്നത്. ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും ഒരു നല്ല മറുപടി കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ കേൾവിക്കാർക്കും അത് പ്രയോജനപ്രദമാകുമെന്ന് തന്നെയാണ് വിശ്വാസം. താങ്ക് യു. God bless you.